നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്നൊക്കെ പറ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞാൻ്റെ പറഞ്ഞ പോലെ ഞങ്ങളിന്ന് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോണത്. അത് സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഇങ്ങനെ എല്ലാ ഐറ്റംസും ഒന്നും വാങ്ങാൻ പുറത്ത് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കണം എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എത്രയും പെട്ടെന്ന് എങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഞങ്ങളിതിന് വേണ്ടി എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങുന്ന പച്ചക്കറി കിറ്റിലുള്ള സാധനങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി വേറെ ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞാറ്റ പറയും എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തേ. സവാള ചെറുതായിട്ട് മുറിച്ച്, വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ച്, ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ച്, ബീൻസും ചെറുതായിട്ട് മുറിച്ചത്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. ഇതാണ് നമുക്ക് ഫ്രൈഡ് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അരി. ഇതെന്തരിയായിരുന്നു കുഞ്ഞാറ്റ? ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഇന്ത്യ ഗേറ്റിൻ്റെ അരി തന്നെ വേണമെന്നില്ല. ഞങ്ങളിടയ്ക്ക് റേഷൻ അരി കൊണ്ടൊക്കെ ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് കൊണ്ട് ഈ അരി എടുത്തു എന്നാണ്. പിന്നെ ഇത് എടുക്കുമ്പോൾ നമ്മൾ ഇതാദ്യം ഒന്ന് കുതിർത്ത് വെക്കണം. ഒരു 20 മിനിറ്റോ ഒരു അരമണിക്കൂറോ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേവിക്കണം. ഇത് ഞങ്ങൾ വേവിച്ച അരിയാണ്. വേവിക്കുമ്പോൾ പകുതി വേവേ ആകാവൂ. ഒന്നും ഇടണ്ട വേവിക്കുന്ന സമയത്ത്, സാധാരണ പോലെ അങ്ങോട്ട് വേവിക്കുക. അപ്പോൾ പകുതി വേവാകുമ്പോൾ ഇത് മാറ്റിയെടുത്ത് വെക്കണം. ഒരുപാട് വേവാവരുത്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ഇതിപ്പോൾ ഒരുപാട് കുഴഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ കുഴഞ്ഞു പോകും എന്നുള്ള പേടിയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഇത് ഇറക്കാൻ നേരത്ത് ഒരു തുള്ളി ഒഴിക്കാവൂ, ഒരുപാട് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഒഴിച്ചു കൊടുത്താൽ വിട്ട് നിന്നോളൂ. ഞങ്ങളിത് ഒരാൾക്കുള്ള ഫ്രൈഡ് റൈസിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത്. 1-2 പേരൊക്കെ കഴിക്കാനത് പറ്റുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് ഐറ്റംസ് വേണ്ട. ഈ ക്യാരറ്റൊക്കെ എടുക്കുമ്പോൾ 1 ക്യാരറ്റ്, 1.5 മുറി ക്യാരറ്റ് അത് മതി. ബീൻസൊക്കെ ആണെങ്കിൽ 4-5 ബീൻസ്, സവാള 1 സവാള, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് സവാള ഇല്ലെങ്കിൽ ഉള്ളി ആണെങ്കിലും കുഴപ്പമില്ല. ഇത്രയും നമ്മുടെ വീട്ടിൽ അത്ര ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. വെളുത്തുള്ളി ആണെങ്കിലും 4-5 ഏതെങ്കിലും വെളുത്തുള്ളി അത് ചെറുതായിട്ട് അരിയാം. ഇപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഒരു 2 സ്പൂൺ മതിയായിരിക്കും കേട്ടോ. 2 സ്പൂൺ മതി കുക്കിംഗ് ഓയിൽ. അത് എല്ലാവിടേക്കും ഒന്ന് ആവട്ടെ. എന്നാൽ ഒരിച്ചിരി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുഞ്ഞാറ്റ ഇളക്കിക്കും. വെളുത്തുള്ളി ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റുമ്പോൾ അതൊരു ഇച്ചിരി നന്നായി വഴണ്ടോട്ടെ. ബാക്കി പച്ചക്കറികൾ വഴറ്റുമ്പോൾ നമുക്ക് ഒരുപാട് വേവുണ്ടാട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒരു ഇച്ചിരി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ഈ ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇച്ചിരി ഉപ്പ് ഇട്ടാൽ മതി. കാരണം നമ്മൾ റൈസ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാനാണ് ഒരു ഇച്ചിരി ഉപ്പ് നമ്മളിപ്പോൾ ഇട്ടത് കേട്ടോ.
ചേട്ടല്ലോ കുഞ്ഞാറ്റ പറഞ്ഞത് കഷ്ണങ്ങളൊന്നും അധികം വേവരുത്. നമ്മളിത് ഫ്രൈഡ് റൈസ് ഇട്ടിട്ട് കടിക്കാൻ കിട്ടണം. ഞാൻ ഇളക്കിക്കോട്ടെ. നമുക്കിനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സോസൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഈ സോയാ സോസ് ഇരിക്കുന്നുണ്ട്. ഇതൊന്നും ഒഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കയ്യിൽ ഇവിടെ സോസ് ഇരിക്കുന്നത് കൊണ്ട് അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ സോയാ സോസ് ഒഴിക്കുന്നത്. അത് ഒഴിക്കുകയാണെങ്കിൽ തന്നെ 1 സ്പൂണോ 2 സ്പൂണോ ഒഴിച്ചാൽ മതി. ആകെ ഇത് ഇച്ചിരിയല്ലോ ഉള്ളു ഇതിൽ. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ എല്ലാതും കാണിക്കാറുണ്ട്, കഷ്ണങ്ങൾ അരിയണതും അരി വേവിക്കണതൊക്കെ. ഇന്ന് അത് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് ആദ്യം വിചാരിച്ചതല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. അരി വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അരി കുതിർത്ത് വെക്കണമെന്ന്. എന്നിട്ട് അത് വേവിക്കുമ്പോൾ ഒരു 10 മിനിറ്റോളം വേവിച്ചാൽ മതി. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിക്കണം അരി വേവാനായിട്ട്. കുറച്ചധികം വെള്ളത്തിൽ വേണം അരി വേവാൻ. 10 മിനിറ്റോളം വെന്താൽ മതി. ഒരുപാട് വെന്ത് പോകരുത്. ഇച്ചിരി പകുതി വേവാകുമ്പോൾ ഇറക്കി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട്. ഞാനിതിൽ പഞ്ചസാര ഇടാൻ മറന്നു പോയിട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇതിലൊരു ഇച്ചിരി 1/2 സ്പൂൺ പഞ്ചസാര ഈ കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് കൊടുക്കായിരുന്നു ഉപ്പിട്ടപ്പോൾ കേട്ടോ. ഞാനത് ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു, മറന്നുപോയി. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ടെസ്റ്റർ. കുഞ്ഞാക്ക് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും അല്ലേ? നല്ലതാണോ? ഒന്നുകൂടെ നോക്കട്ടെ. അത് നല്ലതാണെങ്കിൽ അവരോട് നല്ലതെന്ന് പറയണം കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരോട് പറ, നല്ലതാണെന്ന് പറ. നമ്മുടെ കയ്യിൽ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയില അങ്ങനെ ഇട്ട് കൊടുക്കാം.